കൊല്ലത്ത് മത്സ്യബന്ധന ബോട്ടുകളിൽ അഗ്നിബാധ 10-ലധികം ബോട്ടുകൾ കത്തി നശിച്ചു. കായലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ഒരു പ്രയോജനമില്ല അല്ലേ? ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ സാഹചര്യം എന്താണ്? തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അനീഷ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു തീപിടുത്തമാണ് ഈ കുരീപ്പുഴ പള്ളിക്ക് സമീപത്ത് ഈ ബോട്ടുകൾ ഈ തീരത്ത് കെട്ടിയിട്ടിരുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നത്. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായത്. 12ഓളം ബോട്ടുകൾ കത്തി നശിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കായലിൽ നങ്കൂരം വിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കത്തിയ ബോട്ടുകൾക്ക് സമീപം ഉണ്ടായിരുന്ന മറ്റ് യാനങ്ങൾ മാറ്റിയത് കൊണ്ട് തന്നെ വലിയ ഒരു ദുരന്തം ഒഴിവാക്കാനായിട്ട് സാധിച്ചു. ഈ ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകൾ കൃത്യമായി സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിൽ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകളാണ് ഇവിടേക്ക് എത്തി ഇപ്പോൾ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബോട്ടുകളിൽ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചതും ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി എന്നുള്ളതാണ് ഈ ആളുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 9 ചെറിയ ബോട്ടുകളും ഒരു ഫൈബർ വള്ളവുമാണ് ഇപ്പോൾ കത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായും ഇവയെല്ലാം തന്നെ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആർക്കും പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ് ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ ഇപ്പോൾ ഏകദേശം അതായത് മണിക്കൂറുകൾ നീണ്ട ഈ വള്ളങ്ങളിൽ തീ കത്തുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഇപ്പോൾ ഒരു നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരിട്ട് ഇവിടേക്ക് ഫയർഫോഴ്സിന് മറ്റും എത്തുന്നതിലൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്തരത്തിൽ ഈ കൂടുതൽ സമയം എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ഇനി പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. അനീഷ, ലിജോ, എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്? അപ്പൊ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ കൂടുതൽ ഫയർഫോഴ്സ് സംഘത്തെ അവിടെ എത്തിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടോ? അതായത് ഫയർഫോഴ്സിന്റെ വലിയ വാഹനങ്ങൾക്ക് ഇവിടെ എത്തുന്നതിന് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഈ റോഡ് കാര്യം ചെറിയ ഒരു റോഡിലൂടെയൊക്കെയാണ് ഈ ഭാഗം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഒരു ബുദ്ധിമുട്ട് മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ വാഹനങ്ങൾ ഇവിടേക്ക് എത്തിച്ച് ബോട്ടുകളിലും മറ്റുമൊക്കെ പോയിട്ട്, അതായത് കുരീപ്പുഴ ഇതിന് സമീപത്തായിരുന്നു 2 ബോട്ടുകൾക്ക് ഏകദേശം ഒരാഴ്ച മുൻപ് തീപിടുത്തമുണ്ടായത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വലിയ 2 ബോട്ടുകൾക്കായിരുന്നു അത് തീപിടുത്തം ഉണ്ടായതെങ്കിൽ ഇത് അത്രത്തോളം വലിയ ബോട്ടുകളല്ല. ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെറിയ ബോട്ടുകൾക്കും ഒരു ഫൈബർ വള്ളവും മറ്റുമൊക്കെയാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അവയെല്ലാം ഇപ്പോഴും ഇവിടെ ഈ കത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പൂർണ്ണമായും ഇതുവരെയും ഇവയൊന്നും തന്നെ അണയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും പല ബോട്ടുകളിലും തീ ഇങ്ങനെ ഇന്ന് കത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒരു പേടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഈ ഫയർഫോഴ്സ് സംഘത്തോടൊപ്പം തന്നെ ചേർന്ന് ഈ രക്ഷാപ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ കൂടെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീ ഒരു വിധത്തിൽ നിയന്ത്രണ വിധേയം ആക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകും. ഇപ്പോഴും ഫയർഫോഴ്സ് സംഘം ഈ തീ അണയ്ക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ശ്രമകരമായി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഒരു ബോട്ടൊക്കെ ഇപ്പോഴും നിന്ന് കത്തുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെയും അതായത് തീ ഇതുവരെ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. കത്തിയ ബോട്ടുകൾ പലതും ഈ കായലിലേക്ക് താഴുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങൾ പലതും ഫൈബർ വെള്ളമായതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗങ്ങൾ പലതും കായലിലേക്ക് താഴുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ, അതായത് ഈ തീപിടുത്തത്തിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഫയർഫോഴ്സ് സംഘം വളരെ ശ്രമപ്പെട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നു. എത്രത്തോളം ശ്രമപ്പെട്ടുകൊണ്ടാണ് ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൊല്ലത്താണ് മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീ പിടിച്ചിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തീ ഇതുവരെയും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വലിയ തീപിടുത്തമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് തുടരുന്നുണ്ട്. ഈ സ്ഥലത്തേക്ക് തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തുന്നതിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം റോഡുകളൊക്കെ ചെറുതായിരുന്നു. അപ്പം ഈ ഫയർഫോഴ്സ് വാഹനങ്ങൾക്ക് അവിടെ എത്തുന്നതിൽ ചെറിയ പ്രയാസം നേരിടുന്നുണ്ട് എന്നാണ് ലിജോ പറയുന്നത്. ഏതായാലും
കായലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബോട്ടുകൾക്കാണ് തീപിടിച്ചിരിക്കുന്നത്.